ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു പ്രത്യേകതരം ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്കൊക്കെ ധാരാളമായിട്ട് ചക്ക കിട്ടുന്ന സമയമാണ്. ചക്കയുടെ സീസണും തുടങ്ങിയിട്ടുണ്ട്. ഈ പലയിടത്തും പച്ചച്ചക്കയൊക്കെ കളയുകയാണ് പതിവ്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഞാൻ ഇന്ന് ഒരു നല്ല ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇടിച്ചക്ക തോരനും ചക്കപ്പുഴുക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായാണ് ഈ ചക്ക ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചക്ക ഡയബറ്റിക് പേഷ്യൻസിന് ഏറെ നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചക്കയും ചക്കക്കുരും വളരെ വിലപ്പെട്ടതാണ്. ആരും അത് പാഴാക്കി കളയരുത്. നിങ്ങളും വ്യത്യസ്തമായ ഈ ചക്ക ബിരിയാണി ഒന്നുണ്ടാക്കി നോക്കൂ. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അല്പം നെയ്യോട് കൂടിയ ബീഫാണിത്. ഒരു ഇടത്തരം ചക്കയുടെ പകുതി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് അധികം മൂക്കാത്ത ചക്കയായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് കുരുവും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 30ഓളം ചെറിയ ഉള്ളി, ചുവന്നുള്ളി ചെറുത് തൊലി കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് തൊലി കളയാൻ വേണ്ടിയിട്ട് രണ്ടാക്കി വെച്ചതാണ്. 3 പച്ചമുളക്, 10-12 വെളുത്തുള്ളി അല്ലി, ഇത് ചെറുതും വലുതും എല്ലാം കൂടെയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, വെള്ളം. ഈ ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇച്ചിരി നല്ലവണ്ണം മൂത്തതാണ്, കത്തി കയറാൻ ഇച്ചിരി പാടുണ്ട്. മൂത്ത ഇഞ്ചിയാണ് എപ്പോഴും നല്ലത്. എപ്പോഴും നമ്മൾ മേടിക്കുമ്പോൾ മൂത്ത ഇഞ്ചി കിട്ടുകയില്ല. എന്നാലും ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് പിളർന്നിട്ടാൽ മതി. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി, ഒത്തിരി കരിഞ്ഞു പോകാതെ. അതിന് നമുക്കൊരു ഒരു പാനിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ചെറുതീയിൽ തന്നെ വെച്ച് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി കറുത്ത അങ്ങനെ അങ്ങോട്ട് കളർ മാറിപ്പോകുമൊന്നും വേണ്ട. ഇത് പച്ചമണം ഒന്ന് മാറി കിട്ടുക എന്നതേ ഉള്ളൂ. ഏതാണ്ട് ഒരു 1-2 മിനിറ്റ് മൂപ്പിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതൊരു കുക്കറിൽ വേവിച്ചെടുക്കാം. അത് ബീഫിന് വേവിച്ച കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് കുക്കറിൽ തന്നെ വേവിക്കാം. അതിന് ബീഫ് കുക്കറിലേക്ക് മാറ്റാം. ഇതിന് അല്പം നെയ്യുള്ള ബീഫ് തന്നെയായിരിക്കണം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കൂട്ടിച്ചേർക്കാം. അത് മുഴുവനും ഇതിൻ്റെ അകത്ത് ചേർക്കണം. പച്ചമുളക്, ഇതിനാവശ്യമുള്ള ബീഫിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ, കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം.
കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ച് വേണം ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി എല്ലാ ഭാഗത്തും ഇതിൻ്റെ അരപ്പും എല്ലാ ഭാഗത്തും വരണം, പൊടികളും ഉള്ളിയും ഒക്കെ. ഈ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാലും നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ളം ഒഴിച്ചാണ് ചക്ക വേവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് വേകണം. ഞാനൊരു 5 വിസിൽ കേൾപ്പിച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഓരോ അടുപ്പിൻ്റെയും കുക്കറിൻ്റെയും ഒക്കെ ഉണ്ട്, ഓരോ ബീഫിൻ്റെയും ഉണ്ട് വേവിച്ചയ്ക്ക് പ്രധാന കാരണം. ഞാനിത് 5 വിസിൽ, അതായത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും തീ കുറച്ചിട്ട് 4 വിസിലും കേൾപ്പിക്കും. ബീഫ് വെന്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചക്കയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി തന്നെ വേണമെന്നില്ല, ഇത് വെക്കാൻ പറ്റിയ ഏത് പാത്രമായാലും മതി. ചക്കയും കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചതിലുള്ള ആ വെള്ളം ചേർത്ത് കൊടുക്കണം. ബീഫ് വേവിച്ച വെള്ളത്തിനകത്ത് ഉപ്പുണ്ട്, എന്നാലും ചക്കയ്ക്ക് ആവശ്യമുള്ളത് അത് പോരെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേഗം ആ വെള്ളം പോരെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ബീഫ് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാവുള്ളൂ, ഒത്തിരി വെള്ളം ആകരുത്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കണം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പം തീ കുറച്ചിടണം. പിന്നെ അതിൻ്റെ വേവ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് കൊടുക്കണം. ഇത് വെന്തിട്ടില്ല. ഇപ്പം വെള്ളം തീരെ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. വേകാൻ ആവശ്യമുള്ള വെള്ളം വേണം. ഇനി നമുക്ക് തീ കുറച്ചിടാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ മൊത്തം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു സാധാരണ ഗ്ലാസ്സിന്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ വേവൊന്ന് നോക്കണം. ഇപ്പം ഇത് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ച് ബാക്കി വേവും കൂടെ ഇത് ഒന്നിച്ചിരുന്ന് വേകണം. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്തോന്ന് നോക്കണം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, തൊട്ടാൽ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. നമ്മൾ ഇതുവരെ ഗരം മസാല ചേർത്തില്ലായിരുന്നു, ബീഫ് മസാലയാണ് ചേർത്തത്. ഇനി അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം.
നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാ ഭാഗത്തുമായിട്ട് വരണം. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. എല്ലാ ഭാഗത്തും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചെല്ലണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ളൊരു തവി കൊണ്ട് നന്നായിട്ട് ചക്ക ഉടച്ച് വേണം ഇളക്കാനായിട്ട്. ഇതുപോലെ എന്നെങ്കിലേ ഈ ചക്കയും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് ചേരുവുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരല്പസമയം ഒന്ന് മൂടി വെക്കാം. നമ്മളിതൊരു 3 മിനിറ്റോളം മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. നമ്മുടെ ചക്ക ബീഫ് ബിരിയാണി റെഡിയായി. വളരെ സ്വാദിഷ്ടമായ ഈ ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ചക്ക ബിരിയാണിയാണിത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ റെസിപ്പി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. വേറൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.